എല്ലാവർക്കും നല്ല നമസ്കാരം. ഒരുപാട് ലേലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലേലം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഒരു സിനിമയുണ്ട് ലേലം. അല്ലാണ്ട് നമ്മൾ കുറേ ലേലം കണ്ടാവും. പള്ളിയിൽ ലേലം വിളിക്കുന്നുണ്ടാവും, ക്ഷേത്രത്തിൽ ലേലം വിളിക്കുന്നുണ്ടാവും. അത് ഓരോ ചെറിയ വസ്തുക്കളും അല്ലെങ്കിൽ വലിയ വസ്തുക്കളൊക്കെ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് ലേലം വിളിച്ച് ആ കിട്ടുന്ന തുക അതായത് സ്ഥാപനങ്ങളിലേക്ക് എടുക്കുന്ന പരിപാടിയാണ് ഈ ലേലം വിളി. ഈ അടുത്ത ദിവസങ്ങളായിട്ട് ചാലക്കുടിയിൽ വലിയൊരു ലേലം വിളിയാണ്. എന്ത് ലേലമായിരുന്നു അത്? നമ്മുടെ ITI ഹോസ്റ്റലിൻ്റെ കെട്ടിടമല്ലേ, ആ കെട്ടിടം 3 നില ബിൽഡിങ്, ആ കെട്ടിടത്തിൻ്റെ എല്ലാവിധ കാലാവധിയും കഴിഞ്ഞു. അപ്പോൾ അത് പൊളിച്ചു മാറ്റണമെന്ന് സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അത് പൊളിച്ചു മാറ്റാനായിട്ടൊരു ലേലം വിളി നടന്നു. ഭയങ്കരമായിട്ടുള്ള ലേലം വിളിയായിരുന്നു. നിങ്ങൾ ആ കെട്ടിടം കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. 60കളിൽ ആരംഭിച്ചേക്കണ കെട്ടിടമാണത്. ആ കെട്ടിടം ഇപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞുകൊണ്ടാണ് അത് പൊളിക്കുന്നത്. എങ്ങനെ പോയാലും നിങ്ങളൊന്ന് കണക്കൂട്ട്, ആ കെട്ടിടത്തിന് ഒരു ലേലം വിളി നടത്തി കഴിഞ്ഞാൽ എത്ര കാശിനുള്ള മൂല്യം ഉണ്ടാവും? ഇത് ഭയങ്കര ഒരു ലേലം വിളിയാണ് അവിടെ നടന്നത്. 13.5 ലക്ഷം രൂപ മൂല്യം, 12 ലക്ഷം രൂപ അത് പൊളിക്കാനായിട്ട്, ബാക്കി 85,000 ചില്ലറ രൂപയാണ് അതിൻ്റെ കിട്ടിയ മൂല്യം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു മറുലേലം എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ നടന്നു. ഏകദേശം 100 ചില്ലാൻ പേര് ഈ ലേലത്തിൽ പങ്കെടുത്തു. നമുക്ക് ഈ വേർഡുകളൊക്കെ ആദ്യമായിട്ടുണ്ട്. ഞാൻ ഈ ലേലമായിട്ട് നമുക്ക് വലിയ പിടിപാടില്ല. മറുലേലം എന്തായിരുന്നാലും ഇതിലൊരാൾ പരാതി, ഈ ലേലത്തിനെതിരെ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ബാബുച്ചേട്ടൻ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളാണല്ലോ. നമുക്ക് ബാബുച്ചേട്ടനോട് ചോദിച്ചറിയാം, എന്താണ് ഈ ലേലം, എന്താണ് ഈ മറുലേലം, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം നടന്നത്, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബാബുച്ചേട്ടനോട് ചോദിച്ചറിയാം. ഈ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ട് ചാലക്കുടിയിലെ ഏറ്റവും വലിയൊരു സ്ഥാപനമായ ടെക്നിക്കൽ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു ITI അക്കാലത്ത് നമുക്കറിയാം. അതിൻ്റെ ഹോസ്റ്റും അതുപോലെ തന്നെ പഴക്കമുള്ള 1960 കാലഘട്ടങ്ങളിൽ പണിതിട്ടുള്ള ഹോസ്റ്റലാണ്. ഏതാണ്ട് ഒരു 4,500 താഴെ വരുന്ന ഒരു ഫ്ലോർ വരുന്ന രീതിയിലുള്ള ഒരു 10-15,000 താഴെ വരുന്ന സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിങ്ങാണ് ബിൽഡിങ്. അപ്പോൾ അന്ന് കാലത്തുണ്ടായിട്ടുള്ള ആ ബിൽഡിങ്ങിലുള്ള അതിൽ മുഴുവൻ ചുമരുകളും ഞാൻ മനസ്സിലാക്കി കൊടുത്തത് കരിങ്കല്ലിലാണ്. കരിങ്കല്ല്, ആ ചുമരുകളും മുഴുവൻ കരിങ്കല്ല്. ആ കരിങ്കല്ലിലൊക്കെ 1.5 അടിയിൽ വലുപ്പത്തിലുള്ള പഴയ കാലത്തെ കരിങ്കല്ല്, സുലഭമായിട്ട് കരിങ്കല്ല് കിട്ടുന്നു. കരിങ്കല്ലിൽ പണിതിരിക്കുന്നത് ഈ കരിങ്കല്ല് തന്നെ പൊളിച്ചാൽ ഒരു 10-200 ലോഡ് കല്ല് കിട്ടും. 100 ലോഡ് കല്ലിന് 9,000 രൂപ വില കിട്ടാനുമില്ല. 9,000 രൂപ ലോഡുണ്ട്. അത് തന്നെ കൂട്ടിങ്ങൾ നോക്കി അവർ 200 ലോഡ് കല്ലിന് 9,000 രൂപ വെച്ചാൽ 10-18 ലക്ഷം രൂപ കിട്ടി. പിന്നെ ഈ ബിൽഡിങ്ങിലുള്ള ഇത്രയും ബ്രഹ്മാണ്ഡമായ ബിൽഡിങ്ങിലുള്ള കമ്പികൾ, പഴയ കാലത്ത് 4 ഇഞ്ചുകൾ കനത്തിലുള്ള വരയും കമ്പികളൊക്കെ ഉപയോഗിച്ചുള്ള വാർക്കൾ മുഴുവൻ പൊളിച്ചുകൊണ്ട് കമ്പി തന്നെ പഴയ ഇരുമ്പ് വിലയ്ക്ക് വിറ്റാൽ തന്നെ എത്ര ലക്ഷം രൂപ കിട്ടും? എന്നിട്ടാണ് ഈ 1.59 ലേലം വിളിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേട്ട കൊടുക്കാത്തതാണ്. ഈ കമ്പിയും കല്ലുകളും കഴിഞ്ഞാൽ മരങ്ങൾ, പഴയ കാലത്തെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഓരോ റെസ്റ്റ് ഹൗസിൽ പണിതിട്ടുള്ളതും നല്ല നല്ല മരങ്ങളോട് നമ്മൾ ജലനകളും ആ കാര്യങ്ങൾ വാതിലും സാധനങ്ങളും മരങ്ങളുടെ വില കൂട്ടിയാൽ നിങ്ങൾ പറഞ്ഞാൽ 40 ലക്ഷം രൂപ 19 ലക്ഷം രൂപ വരുന്ന സാധനമാണ് ഈ 1.59 കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ അവിടെ എന്തെല്ലാം നടന്നു. ഈ പരാതികൾ പോലും അവിടുത്തെ ഇത് വിളിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടുള്ള പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ട് പോലും ആൾ ചെയ്തുകൊണ്ടില്ല. ഞങ്ങൾ ലേലത്തിന് ഉറപ്പിക്കില്ലായാലും കൂടുതൽ ലേലത്തിന് വിളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടാലും ഒരു ലേലം വെക്കാൻ അല്ലെങ്കിൽ മേലധികാരികൾ റിപ്പോർട്ട് ചെയ്യാലോ, പരാതി കിട്ടിയാൽ മേലധികാരിക്ക് റിപ്പോർട്ട് ചെയ്യാലോ. അപ്പോൾ ഇത്രയും വല്ല വിലയുടെ നമുക്ക് അറിയുന്ന പോലെ ഇതിനു മുമ്പ് വേറെ മറുലേലങ്ങൾ നടക്കുമല്ലോ. ലേലത്തിന് പോകണമെങ്കിൽ മറുലേലം. എന്താണ് ഈ മറുലേലം ചേട്ടാ? എനിക്ക് ഇതിനെ പറ്റിയുള്ള സബ്ജക്ട് അറിയില്ല. ഈ ലേലത്തിന്റെ കേസ്, ഈ മറുലേലം എന്ന് പറയുന്നത് എന്താണ് സംഭവം? ലേലത്തിന് വന്നിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞ് ഞാൻ കൂട്ടായിട്ട് വിളിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഒരു ലേലം നടത്തും. അവിടെ വലിയ സംഖ്യയിൽ ലേലം വിളിച്ചു. അവർ സംഖ്യ മനസ്സിലായി, നമ്മളൊക്കെ കൂടി ഒരു സെറ്റ് ആവണം. അവിടെ നമ്മൾ പറയുന്നു ലേലം വിളിച്ചു കഴിഞ്ഞിട്ട് 1.59 വിളിച്ചാൽ 10-30 ലക്ഷം. ഇവിടെ മുന്നേ മറ്റേ സർക്കാർ നിശ്ചയിച്ച് അവിടെ ഉറപ്പിച്ചേക്കണ ലേലത്തൊക്കെ ഈ മറുലേലത്തിനേക്കാളും ചെറുതായിരിക്കും. ആ കോമ്പൗണ്ടിന് പുറത്ത് വലിയ വന്നിട്ടുള്ള ആളുകൾ കൊടുക്കാൻ എടുക്കാൻ 18 ലക്ഷം 25 ലക്ഷം എടുക്കാൻ തയ്യാറുള്ള ആൾക്കാരുടെ മനസ്സറിയണം. ഞാൻ പതുക്കെ ഞാനാണത് കോർഡിനേറ്റ് ചെയ്യുന്ന വെച്ചാൽ വന്ന് വിളിക്കും. അത് തീരുമാനിച്ചു കഴിയുമ്പോൾ മനസ്സിലായല്ലോ. അയാളപ്പോ വലിയൊരു തുകയ്ക്ക് അവിടെ വിളിക്കും. ഞാൻ 25 ലക്ഷം രൂപയ്ക്ക് വിളിക്കാന്ന് പറയും. ഞാൻ നേരെ പോയിട്ട് 1.50 വേറെ ആരും കോമ്പീറ്റ് ചെയ്യാണ്ടാവില്ലല്ലോ. അപ്പൊ അവർക്ക് എന്ത് കിട്ടും? അപ്പൊ അവരെല്ലാം വിളിച്ചിട്ട് നമ്മൾ ഓഹരി പങ്കുവെച്ചു കൊടുക്കും. ഓഹരി പങ്കുവെക്കാന്ന് പറഞ്ഞാൽ കിട്ടിയ ലാഭത്തിന് 1.50 10-40 ലക്ഷം രൂപ വില പറഞ്ഞ സംഗതി കിട്ടിയാൽ അതിന്റെ കുറച്ച് തുകകൾ അതിന്റെ പകുതിയെങ്കിലും ഒന്ന് പങ്കുവെച്ചു കൊടുത്തോണ്ട് വിരോധമില്ലല്ലോ. ശരി. അപ്പൊ വന്നവർക്ക് ഓരോരുത്തർക്ക് തൊട്ടപ്പുറത്ത് കോമ്പൗണ്ടിൽ ആരും കാണില്ല ലേലം നടന്നു. ഇതൊക്കെ നിങ്ങൾ അവിടുത്തെ പരിസരവസ്ഥയുള്ള ക്യാമറകൾ പരിശോധിച്ചറിയാം. ഇത്തരത്തിൽ സർക്കാരിന്റെ കൊള്ള ഈ സർക്കാരിന്റെ സർക്കാർ. ഞാനൊരു കാര്യം ചോദിച്ചു നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ചേട്ടൻ ഇപ്പൊ പറഞ്ഞതനുസരിച്ച്, ബാബുച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞതനുസരിച്ച് ഇത് കരിങ്കല്ലുകൊണ്ട് പണിത സംഭവം, അതല്ലെങ്കിൽ ഇതിന്റെ കമ്പി, അതുപോലെ തന്നെ ജനാല മുതലായ സാധനങ്ങളൊക്കെ കൊടുത്ത ഭീമമായ ലക്ഷങ്ങൾ കിട്ടും എന്നാണ് ചേട്ടൻ പറയുന്നത്. ഇതെന്തുകൊണ്ട് സർക്കാർ മനസ്സിലാക്കുന്നത്? സർക്കാർ ഇത് ഈ പറഞ്ഞ മാതിരി BA എക്കണോമിക്സ് കഴിഞ്ഞ് BTechന് പോയ ആൾക്കാരല്ലല്ലോ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. ഇവിടുത്തെ PW എഞ്ചിനീയേഴ്സ് പോയി വെരിഫൈ ചെയ്ത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളക്ടറും മറ്റൊരു അടിയന്തരമായിട്ടൊരു വിജിലൻസ് പരിശോധന നടത്തണം. ഇതിന് ഈ ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് ഇതിൽ ഇത്ര മെറ്റീരിയൽ കണ്ടുള്ളൂ, എൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെറ്റീരിയൽ കണ്ടേ. പിന്നെ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇവർ 10-12 ലക്ഷം രൂപയ്ക്ക് അസറ്റ് കണ്ടു എന്ന് പറഞ്ഞിട്ട് പൊളിക്കാൻ 15 ലക്ഷം കണ്ടിട്ട് ബാക്കി
ഏതാണ്ട് 85,000 രൂപയാണ് വില ഉണ്ടായിരുന്നത്. അതെ. അപ്പോൾ ഇത് ഇത്രയും ഒറിജിനൽ കിട്ടുന്ന പൈസയുടെ GST 18% GST സർക്കാരിന് നഷ്ടപ്പെടുകയല്ലേ. ഈ സംഖ്യ മുഴുവൻ ITIക്ക് മൊത്തം ഫണ്ടും പോവല്ലേ. അപ്പോൾ അതിനകത്ത് ഇത് വാല്യുവേഷൻ ചെയ്യാൻ വന്നിട്ട് PWD ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ലേലം വിളിക്കുന്ന അവിടുത്തെ ITIയുടെ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തങ്ങൾ. ലേലം ഒരു കാര്യത്തിൽ തർക്കം വന്നു കാര്യങ്ങൾ വന്നാൽ മേലധികാരികളെ അറിയിക്കണം. ഇങ്ങനെ ഓഫർ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ അറിയിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു പരാതി കിട്ടിയാൽ ഫോർവേഡ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കൂട്ടമായ ലേലം വിളിച്ചിട്ടുള്ളത് ആരാ? നിങ്ങൾ പരിശോധിക്കും. ഇതൊക്കെ മൊത്തം PWD ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ITI ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ഇടനിലക്കാർ സ്ഥിരം നടക്കുന്ന സർക്കാരിൻ്റെ ഇതുപോലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ലേലം വെച്ചിട്ട് കൊല നിസ്സാരമായി വിലക്കി വിട്ടിട്ട് കൊല ചെയ്യണം. ഇത് കാണാനും ഇവിടെ ആളുകൾ ഭരണാധികാരികളൊന്നും ഇല്ലേ. ഉത്തരവാദിത്തങ്ങൾ ആർക്കാം. എന്നിട്ടാണ് ഈ GST പോലെയുള്ള 1.80 മിനിമെങ്കിലും ആ സംഖ്യ കിട്ടാൻ അടയ്ക്കാൻ തയ്യാറായി വന്ന ലേലം വിളിക്കാൻ തയ്യാറായി വന്ന ആൾക്കാരെ പോലും ചെവി കൊള്ളാണ്ട് വന്നവർ തന്നെ പറഞ്ഞ് 15 ലക്ഷം രൂപ വിളിക്കാമെന്ന്. അപ്പോൾ തന്നെ 1.87 GST ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലും ചെവി കൊള്ളാണ്ട് ഇങ്ങനെ ലേലം വിളിക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നഗ്നമായ സർക്കാരിൻ്റെ പണം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമുള്ള കൂട്ടമായിട്ടുള്ള ഒരു കൃഷിയാണല്ലോ. PWD സഹായിക്കാണ്ട് വാല്യുവേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആ വാല്യുവേഷൻ വന്നിട്ടുള്ള സാധനം ലേലം വിളിക്കുമ്പോൾ ലേലത്തിൽ ക്രമക്കേടെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണ്ടേ? മാത്രമല്ലല്ലോ ലേലം വിളിക്കാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്തുന്നത്. ആ ITI സ്ഥാപനത്തിലെ ജീവനക്കാരൻ ലേലത്തിലുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ ഏത് രാജ്യത്ത് നടക്കുന്ന കാര്യം. ഇവിടെ ഈ പകൽ കൊള്ളാക്കൊല്ലം നടക്കാന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ ലേലത്തിൽ ആ ലേലം വിളിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥന്മാർ ലേലത്തിൽ പങ്കൊള്ളാമോ? എത്രയൊക്കെ ആയാലും ഏത് ക്ലാസ് ജീവനക്കാരായാലും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ മാധ്യമങ്ങൾ കരുതലോടെ തന്നെ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവണം. ഞങ്ങളെന്തെങ്കിലും പരാതികൾ കളക്ടർക്കും ജില്ലാ കളക്ടർക്കും കാര്യങ്ങൾ അയച്ചു കഴിഞ്ഞു. ചാലക്കുടി ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്റ്റൽ കെട്ടിടത്തിന് വെള്ളപ്പൊക്കത്താലും കാലപ്പഴക്കത്താലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഈ കെട്ടിടം തറനിരപ്പ് വരെ പൊളിച്ചു നീക്കുന്നതിന് ചാലക്കുടി ITI പ്രിൻസിപ്പലിനെ ചുമതലപ്പെടുത്തി സർക്കാരിൽ നിന്നും അനുമതി ലഭ്യമായിട്ടുണ്ട്. സർക്കാർ അനുശാസിക്കും വിധത്തിൽ ഈ കെട്ടിടം തറനിരപ്പ് വരെ പൊളിച്ചു നീക്കുന്നതിനുള്ള അവകാശം ഗവൺമെൻറ് ITI ചാലക്കുടിയിൽ വെച്ച് പരസ്യലേലം വഴി നൽകുന്നതാണ്. ഇതുപ്രകാരം നവംബർ 25-ന് ഉച്ചതിരിഞ്ഞ് 2:30-ന് പരസ്യലേലം നടത്തപ്പെട്ടു. ലേലത്തിന് 11 നിബന്ധനകളും നൽകിയിരുന്നു. ലേലത്തിൽ ഏകദേശം 100ഓളം പേർ പങ്കെടുത്തുവെന്നാണ് പറയപ്പെടുന്നത്. ഇതുപ്രകാരം 1,59,000 രൂപ തുക പറഞ്ഞ ആൾക്ക് ലേലം ഉറപ്പിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. പ്ലസ് GST തുകയും കൂടി വരും. അപ്പോൾ ഏകദേശം 1,89,000 മറ്റോ വരുമെന്നാണ് പറഞ്ഞു കേട്ടത്. ലേലത്തുക ഉറപ്പിച്ച് ലേലം അവസാനിപ്പിച്ചെങ്കിലും ലേലസമയം കഴിഞ്ഞ് ഒരാൾ ചാലക്കുടി ഗവൺമെൻറ് ITI പ്രിൻസിപ്പൽ മുമ്പാകെ പരാതി സമർപ്പിച്ചിരിക്കുകയാണ്. പരാതിയിൽ പറയുന്നത് യഥാർത്ഥ ലേലത്തുകയേക്കാൾ വലിയ തുകയ്ക്ക് മറ്റൊരു ലേലം നടന്നെന്നും അതിൽ യഥാർത്ഥ ലേലത്തുകകളേക്കാൾ വലിയ തുകകൾക്ക് പലരും ലേലം വിളിച്ചെന്നും അത് പരാതിക്കാരൻ കണ്ടെന്നുമാണ്. പിന്നീട് വലിയ തുകകൾ ലേലം വിളിച്ച ആളുകൾ ഒത്തുചേർന്ന് യഥാർത്ഥ ലേലത്തിൽ 1,59,000 രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചുവെന്നും ഇത് സർക്കാരിനെ കബളിപ്പിച്ചുറപ്പിച്ച ലേലമാണെന്നുമാണ് പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് താൻ ഈ കെട്ടിടത്തിന് 11 ലക്ഷത്തിന് എടുക്കാൻ തയ്യാറാണെന്നും GST ഉൾപ്പെടെ 12,98,000 രൂപ അടയ്ക്കാൻ തയ്യാറാണെന്നുമാണ് പരാതിക്കാരൻ പറയുന്നത്. അതിനാൽ നിലവിൽ നടന്ന ലേലം ക്യാൻസൽ ചെയ്ത് പുനർലേലം ചെയ്യുകയാണെങ്കിൽ എനിക്ക് പങ്കെടുക്കാവുന്നതാണെന്നുമാണ് പരാതിക്കാരൻ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ കെട്ടിടത്തിന്റെ മൂല്യം ആര് എന്ത് മാനദണ്ഡങ്ങൾ വെച്ച് എങ്ങനെ തീരുമാനിച്ചിരുന്നുവെന്നും വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സാൻ മരിയ ജസ്റ്റിസ് ഫോറം കൺവീനർ ബാബു ജോസഫ് പുത്തനങ്ങാടി കളക്ടർക്കും വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. നേരത്തെ പരാതി കൊടുത്തിട്ടുള്ള പരാതിക്കാരൻ വിജിലൻസിനും മറ്റു സംവിധാനങ്ങൾക്കും പരാതി നൽകിയിട്ടുണ്ട്. 1960കളിൽ പണിത ഈ കെട്ടിടം കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നും വാർക്കയ്ക്ക് ഉപയോഗിച്ച കമ്പി തന്നെ സ്ക്രാപ്പായി കൊടുത്താലും ലക്ഷങ്ങൾ കിട്ടുമെന്നും നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടവർ സൂചിപ്പിക്കുന്നു. ഹോസ്റ്റലിന്റെ ഉള്ളിൽ ലക്ഷങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും കൂടാതെ 3 നിലകളുള്ള കെട്ടിടം പൊളിക്കുന്നതിനു വേണ്ടി ലേലത്തിലൂടെ കിട്ടിയ തുക കുറവാണെന്നും പറയപ്പെടുന്നു. എന്തായാലും വസ്തുതകൾ അന്വേഷിക്കപ്പെടട്ടെ, സത്യം പുറത്തു വരട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ കെട്ടിടം. ഈ കെട്ടിടത്തിന് എത്ര മൂല്യം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ചാലക്കുടിക്കാർ ചിന്തിക്കുക. 85,000 രൂപയാണോ അതോ 75,000 രൂപയാണോ എത്രയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എന്തായിരുന്നാലും ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് ഉപരി കമ്മിറ്റികൾ തീരുമാനിക്കട്ടെ. നിങ്ങൾ നോക്ക്, കണ്ടില്ലേ 3 നില ബിൽഡിങ്, എത്ര മൂല്യം വരും, സംഭവങ്ങൾ എന്തുറ്റാ, ഇത്ര മാത്രം പറയുന്നു. നന്ദി, നമസ്കാരം.